അപ്പോൾ ഫിക്സ്റ്റെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് പുതിയ കുറച്ച് പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അൺബോക്സ് ചെയ്യാം. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഏതൊക്കെ മിഷൻസ് ആണ് എന്ന് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ മിഷൻ. ഇതെന്ന് വെച്ചാൽ ഒരു ലാമിനേറ്റിംഗ് മിഷനാണ്. ഐഫിക്സിൻ്റെ S01 എന്ന് പറഞ്ഞ ഒരു ലാമിനേറ്റിംഗ് മിഷനാണ് ഇത്. ഓക്കെ, അപ്പോൾ ഈ മിഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എല്ലാ ടെക്നീഷ്യന്മാരും അല്ലെങ്കിൽ എല്ലാ ഷോപ്പുകളിലും കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കര വലിപ്പമുള്ള സൈസുള്ള ലാമിനേറ്റ് മെഷീൻ, അതേപോലെ തന്നെ ഡീബബ്ലിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നത് അങ്ങനത്തെ ടൈപ്പ് മെഷീൻസ് ആണ് എന്ത് ചെയ്യുന്നത് കൂടുതൽ എല്ലാ ഷോപ്പുകളിലും കാര്യങ്ങളും യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് എങ്ങോട്ടെങ്കിലും മാറ്റാനും അതേപോലെ തന്നെ ഉപയോഗിക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു മോഡൽ ലൈറ്റ് വെയിറ്റ് ആയിട്ട് അതേപോലെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ, എങ്ങോട്ട് വേണമെങ്കിലും എടുത്ത് കൊണ്ടുപോകാൻ പറ്റിയൊരു മോഡലാണ് ഈ ഒരു പുതിയ ലാമിനേറ്റിംഗ് മിഷൻ. ഐഫിക്സിൻ്റെ S01 എന്ന് പറഞ്ഞ മോഡലാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതിനകത്ത് വരുന്ന ഫീച്ചർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു രണ്ട് ലോക്കാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെയാണ് എന്ത് ചെയ്യുന്നത് ഡിസ്പ്ലേ വെച്ചിട്ട് നമ്മൾ ലാമിനേറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഈ കാണുന്ന ഇവിടെയാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ. അതേപോലെ തന്നെ ടച്ച് സ്ക്രീന്, ടച്ച് സ്വിച്ച് കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇത് നമുക്കൊരു മോട്ടർ, അതേപോലെ തന്നെ വാക്യൂം പ്രഷർ ഇതിന് ആവശ്യമുണ്ട്. ഇതിന് ഉപയോഗിക്കാൻ വേണ്ടി ഒരു വാക്യൂം പ്രഷർ ആവശ്യമുണ്ട്. അത് കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ, അതേപോലെ തന്നെ ഇതിൻ്റെ പവർ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുന്നത് നമ്മളെ ഈ ലാമിനേറ്റിംഗ് മിഷനിൽ വരുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ ഓപ്പൺ ആക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു വാക്യൂം പമ്പാണ്. ഓക്കെ, ഒരു വാക്യൂം പമ്പാണ് എന്ത് ചെയ്യുന്നത് ഓപ്പൺ ആക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു മോട്ടറാണ്, സാധാരണ ഒരു മോട്ടർ പോലത്തെ ഒരു മോട്ടറാണ്. പക്ഷെ ഇത് എന്ത് പ്രവർത്തനം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ എയറും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇതിന് ഔട്ട് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ കൂടെ പൈപ്പ് വരുന്നുണ്ട്, ഇതിൻ്റെ ബസ്സിൽ കണക്ട് ചെയ്യാൻ പാകത്തിന് പൈപ്പ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയാണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു മോട്ടർ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഐഫിക്സിൻ്റെ തന്നെ ഒരു വാക്യൂം മോട്ടറാണ്, വാക്യൂം പമ്പ് എന്നാണ് എന്ത് ചെയ്യുക ഇതിന് പറയാം. ഒരു മോട്ടർ ഫെസിലിറ്റീസ് ആണ് എന്ത് ചെയ്യുന്നത് ഇത് വരുന്നത്. ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമുക്ക് ലാമിനേറ്റ് മെഷീന് വേണ്ടിയിട്ട് എയർ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാക്യൂം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്, മോട്ടറാണ് ഈ പമ്പ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പോൾ ഇതിനൊരു ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പവർ കൊടുക്കേണ്ട ഒരു കേബിൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഓൺ ഓഫ് ബട്ടണും കൂടി എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് പിന്നെ അതേപോലെ തന്നെ ഇതിൽ നമുക്കൊരു ഓയിൽ എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഈ സാധനം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഒരു ഓയിൽ ഫില്ല് ചെയ്യാനുള്ളൊരു ക്യാപ്പ് കാണും. ഈ ക്യാപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുക, ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഓയിൽ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഓയിൽ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എത്രത്തോളം ഓയിൽ വേണം ഇവിടെ എഴുതിയിട്ടുണ്ട്, മിനിമം അതേപോലെ തന്നെ മാക്സിമം. അപ്പോൾ നമ്മൾ എത്രയാണോ വേണ്ടത് എന്ത് ചെയ്യുക ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മാത്രമേ ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഇതാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മോട്ടർ. ഇത് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് എന്ത് നമ്മുടെ മറ്റൊരു വിഷയം. ഇതും ഐഫിക്സിൻ്റെ തന്നെ B01 എന്ന് പറഞ്ഞ ഒരു ഡീബബ്ലിംഗ് മിഷനാണ്. ഓക്കെ, ഇതൊരു ഡീബബ്ലിംഗ് മിഷനാണ്. അപ്പോൾ നമ്മൾ ഗ്ലാസ് ലാമിനേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു ഗ്ലാസ് സെപ്പറേറ്റ് ചെയ്ത് അതേപോലെ തന്നെ അത് ലാമിനേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ എയറും കാര്യങ്ങളും എന്ത് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡീബബ്ലിംഗ് മിഷനിൽ ഇട്ടിട്ടാണ് എന്ത് ചെയ്യുക ഇത് ഡീബബിൾ ചെയ്ത് കളയുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ മിഷനാണ് എന്ത് ചെയ്യുന്നത് ഈ കാണുന്നത്. ഇതും അതേപോലെ തന്നെ ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും അതേപോലെ തന്നെ എല്ലാ ടെക്നീഷ്യന്മാരും കൂടുതൽ യൂസ് ചെയ്യുന്ന വലിയ ടൈപ്പ്, വളരെ വലുപ്പമുള്ളതും നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത മിഷൻസ് ആയിരിക്കും എല്ലാ ഷോപ്പുകളിലും ഉണ്ടാവും. പക്ഷേ ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ലൈറ്റ് വെയിറ്റും അതേപോലെ തന്നെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുനടക്കാം, എവിടെ വേണമെങ്കിലും സിമ്പിളായിട്ട് കുറച്ച് സ്പേസിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ രണ്ട് മോഡൽസ് നമുക്ക് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സ്പേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഇതിനൊരു ഡോറ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുക ഡിസ്പ്ലേ ഫിക്സ് ചെയ്യുക. ഓക്കെ, യൂസർ മാനുവൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളൊരു പ്ലേറ്റ്, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്പ്ലേ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക ഇൻ ചെയ്യുക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു പവർ സപ്ലൈ ചെയ്യുന്ന പവർ കേബിൾ കണക്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതൊരു
എയർ പമ്പാണ്. ഓക്കെ, നമുക്ക് വാക്യൂം കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേങ്കിൽ ഇതിന് വാക്യൂമിൻ്റെ ആവശ്യമില്ല. ഇത് ഓൾറെഡി പിന്നെ ഇൻബിൽട്ട് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ വാക്യൂമിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് ബോക്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കേബിളും എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ 3 മിഷൻസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക നമുക്ക് നോക്കാം. മിഷൻസ് ഒക്കെ അൺബോക്സ് ചെയ്ത് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ഡീബബിൾ മിഷനും അതേപോലെ തന്നെ ഇത് നമ്മളെ ലാമിനേഷൻ മിഷനും. അപ്പോൾ ലാമിനേഷൻ മിഷന് ആവശ്യമായിട്ടൊരു വാക്യൂം പ്രഷറിൻ്റെ ആവശ്യമുണ്ട്, മീൻസ് ഇതിനൊരു എയറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു എയർ പമ്പ് അല്ലെ വാക്യൂം പമ്പ് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒരു വയർ വരുന്നുണ്ട്, വാക്യൂം പിന്നെ എയർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വയർ വന്നിട്ട് ഈ മിഷനിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കണക്റ്റഡ് ആയിട്ടുണ്ട്, ഇതിൻ്റെ ബാക്കിൽ കണക്റ്റഡ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പിന്നെ പവർ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ലാമിനേഷൻ മെഷീനിന്റെ ബാക്ക് സൈഡിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പവറും. അതേപോലെ തന്നെ ഈ മെഷീന് ആവശ്യമായിട്ടുള്ള പവർ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒരു വയർ നമ്മുടെ ഡയറക്റ്റ് പ്ലഗ് പോയിന്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സെറ്റ് ചെയ്യാനോ അതേപോലെ തന്നെ റീസെറ്റ് ചെയ്യാനോ എന്ത് ചെയ്യും, വളരെ എളുപ്പത്തിൽ തന്നെ സാധിക്കും. അതേപോലെ തന്നെ നമ്മളെ ഇത് നല്ല ഡീബബ്ലിംഗ് മെഷീനാണ്. ഇത് ജസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു വയർ വരുന്നുണ്ട്. ഇത് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പവർ കൊടുക്കുക, ഇത് ഡയറക്റ്റ് പ്ലഗ് പോയിന്റ് എന്ത് ചെയ്തായി നമുക്ക് കണക്ട് ചെയ്തതാണ്. ഓക്കെ, ഇതിൻ്റെ ബാക്കിൽ ഒരു വാക്യൂം പ്രഷർ കൊടുക്കുന്ന ഒരു ഇത് വരുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് ആവശ്യമില്ല, അത് എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ അവിടെ ജസ്റ്റ് പിന്നെ കണക്ട് ചെയ്ത് അത് നമുക്ക് ഇതിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നതാണ് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇത് ഫിക്സ് ചെയ്യാനും അതേപോലെ തന്നെ എങ്ങോട്ട് വേണമെങ്കിലും എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനും കാര്യങ്ങൾക്കെല്ലാം എന്ത് ചെയ്യും നമുക്ക് ഈ മിഷൻസ് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിനൊന്ന് എന്ത് ചെയ്ത് നോക്കാം, നമുക്കൊരു ഡിസ്പ്ലേ എന്ത് ചെയ്ത് നോക്കാം, പഞ്ച് ചെയ്ത് അതേപോലെ തന്നെ ഡീബബിൾ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളുടെ അടുത്ത് ഇവിടെ ഇപ്പോൾ ഒരു ഗ്ലാസ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചൊരു ഡിസ്പ്ലേ ഉണ്ട്. ഓക്കെ, ഓക്കെ, നമ്മളപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് എയറും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഇത് ഇതിനകത്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഒന്ന് ലാമിനേറ്റ് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ലാമിനേഷൻ ചെയ്യാം, ഡിസ്പ്ലേ ലാമിനേറ്റ് ചെയ്യാം. ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ മേലെ വെച്ചാൽ മതി. ഡിസ്പ്ലേ ഇതിൻ്റെ മേലെ ജസ്റ്റ് വെക്കുക. ഓക്കെ, നമ്മളിവിടെ ഡിസ്പ്ലേ എന്ത് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. കേബിളൊന്ന് അടിയിലേക്ക് ആയിട്ട് വെക്കാം. നമ്മൾ ഡിസ്പ്ലേ ഇവിടെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ക്ലോസ് ചെയ്യാം. അവിടെ ഇതിൻ്റെ ലോക്കും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഈ കാണുന്നതാണ്. ഇത് ഫുള്ള് ടച്ച് ഡിസ്പ്ലേ, ടച്ച് സ്വിച്ചും കാര്യങ്ങളും അതേപോലെ തന്നെ ഇതിൻ്റെ റീഡിങ് കാര്യങ്ങളും കാണിക്കുന്നത് ഇത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ മേലെ വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ വാക്യൂം എത്ര എയറാണ് ഇതിലേക്ക് എടുക്കുന്നതെന്നും അതേപോലെ തന്നെ ഇതിൽ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും എന്ത് ചെയ്ത് വെക്കാം, സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഓൾറെഡി ഒരു 60 സെക്കൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കിവിടെ സ്റ്റാർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ സ്റ്റാർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അവിടെ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് ടച്ച് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ മോട്ടർ എന്ത് ചെയ്യണം, ഒന്ന് ജസ്റ്റ് ഓൺ ആയി കൊടുക്കണം. ഓക്കെ, നമുക്കിത് കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, ഓപ്പൺ ആക്കാം. ഓക്കെ, ജസ്റ്റ് ഈ ലോക്കൊന്ന് റിമൂവ് ചെയ്യാം. ടൈം കഴിയാതെ ഒരിക്കലും ഓപ്പൺ ചെയ്യാൻ പാടില്ല, ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പോൾ ജസ്റ്റ് ഇത് കഴിഞ്ഞിട്ടുണ്ട്, ഓപ്പൺ ആക്കി. അപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ എയറും കാര്യങ്ങളൊക്കെ ഫുള്ള് റിമൂവ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഇത് കുറച്ച് എയറും കൂടി എന്തുണ്ട്, ഈ അടിഭാഗത്തും അതേപോലെ തന്നെ കുറച്ച് എയറും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ട്. അപ്പോൾ നമ്മളിത് ഈ എയർ കളയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡീ ബബിളിലേക്ക് ഇടുന്നത്. ഓക്കെ, ഈ ഡീ ബബിളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് ഫുള്ളായിട്ട് റിമൂവ് ആയി കിട്ടുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഇതിൻ്റെ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ലോക്ക് വരുന്നത്.
ലോക്ക് ജസ്റ്റ് ഓപ്പൺ ആക്കിയതിനു ശേഷം എന്താക്കാം ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തു. നമുക്ക് ഇതിലൊരു ഷീറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഒരു മെറ്റലിൻ്റെ ഒരു ഷീറ്റ് വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതിൽ വെച്ചിട്ട് ഈ ഷീറ്റോടെ ഉള്ളിലേക്ക് എന്ത് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുത്ത് ഓക്കെ ജസ്റ്റ് ഈ തുറന്ന് ക്ലോസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മേലെ എന്ത് ചെയ്യുന്ന ഇതേപോലെ ഡിസ്പ്ലേ, പിന്നെ ഫുള്ള് ടച്ച് ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ ഡിജിറ്റലായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നെ ടെമ്പറേച്ചർ, അതേപോലെ തന്നെ പ്രഷർ, ടൈം, ഈ 3 കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ വരുന്നത്. ഫസ്റ്റ് നമുക്ക് ഇതാണ് സ്റ്റാർട്ട് ബട്ടൺ. ഇത് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടാണ് കമ്പനി തന്നെ നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഇതിനകത്തെ സെറ്റ് ചെയ്യുന്നതിൻ്റെയും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് കൊടുക്കാം. ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കാം. ഡീബബിളിന് വേണ്ടിയിട്ട് ഡിസ്പ്ലേൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈം എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അതിൻ്റെ ലോക്ക് ഇതാണ് വരുന്നത്. ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അത് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, നമ്മുടെ ഡിസ്പ്ലേൻ്റെ എല്ലാ ബബിൾസും കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് വെക്കുന്ന ടൈമിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഉള്ളിൽ ബബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫുള്ള് റിമൂവ് ആയിട്ട് ഫുൾ ഡിസ്പ്ലേ കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക് ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഈ മെഷീൻസ് നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഫിക്സ് ടെക്കിന്റെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.